ക്രിക്കറ്റ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന മത്സരങ്ങളിൽ ഒന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത്. എന്നാൽ ഇത്തവണ ഏഷ്യാ കപ്പിൽ സ്ഥിതി അല്പം വ്യത്യസ്തമാണ്. വലിയ വിമർശനമാണ് ഇത്തവണ ലഭിക്കുന്നത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യ പാക് മത്സരത്തിന്റെ ടിക്കറ്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റുപോയപ്പോൾ ഇത്തവണത്തെ ടിക്കറ്റ് വിൽപ്പന അടക്കം സാവധാനത്തിലാണ്. BCCI മത്സരവുമായി മുന്നോട്ടു പോകുന്നതിൽ ആരാധകരും അതൃപ്തരാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായി ഇന്ത്യ മത്സരിക്കേണ്ട എന്നാണ് നിലപാട്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖം സംഘാടകർ നോക്കുന്നില്ലെന്നതടക്കം വിമർശനമേറെയാണ്. പലരും ബഹിഷ്കരണ ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലായിരുന്നു ഇത്തവണത്തെ ഏഷ്യ കപ്പ് ടൂർണമെന്റ് മുഴുവനായും നടക്കേണ്ടിയിരുന്നത്. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ത്യയിൽ മത്സരങ്ങൾ നടത്താൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് UAE മാറ്റിയത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന 2020 ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ പാക് മത്സരവും ശ്രീലങ്കയിലാണ് നടക്കുക. എന്നാൽ മത്സരം റദ്ദാക്കണമെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം റദ്ദാക്കാൻ ഒരു ഭാഗം നിയമ വിദ്യാർത്ഥികളാണ് കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ കോടതി ഹർജി തിരസ്കരിക്കുകയും മത്സരം ഷെഡ്യൂൾ ചെയ്തതുപോലെ നടക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.